Hello friends, welcome to the channel. Good happens here in the channel. Actually, Sambam actually almost 1 year BSNL FTTH user. Face that bill issue recently. Actually face channel subscribe bell icon press notification on actually actually, if I bill bill generate in the 6th and actually 6th of every month generate normally due date 19th 20th actually 18 19 credit card first നമ്മുടെ മന്ത് കഴിഞ്ഞിട്ടുള്ള അടുത്ത മന്ത് പേയ്മെൻറ്റ് വരാൻ വേണ്ടി ഞാൻ അങ്ങനെ അടയ്ക്കാറ് ആക്ച്വലി. അപ്പോൾ ഈ മാസം ഞാൻ ആക്ച്വലി വന്ന ദിവസം അപ്പുറത്ത് അടുത്ത ദിവസം എന്ന് വെച്ചാൽ 7-ാം തീയതി അടച്ചു ആ സംഭവം. പക്ഷേ അടച്ചത് നമ്മുടെ നോർമലി ഞാൻ ആമസോൺ പേ കൂടെയാണ് അടയ്ക്കാറ്. എന്ന് വെച്ചാൽ അവരുടെ ഓഫേഴ്സ് കുറച്ച് ഉണ്ടാവാറുണ്ട്, പിന്നെ ഈസിയാണ് കുറച്ച്. പിന്നെ 2-3 വട്ടം നമ്മുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ തന്നെ കൂടെ തന്നെ അവരുടെ ആപ്പിൽ കൂടെ തന്നെ അടച്ചിട്ടുണ്ട്. പക്ഷേ ഇഷ്യൂ ഒന്നും വന്നിട്ടില്ല ഇവരിട്ട്. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ ആമസോണിൽ അടച്ചു, 7-ാം തീയതി തന്നെ അടച്ചു. പക്ഷേ ഇന്ന് നമ്മുടെ ആക്ച്വലി വിഷുവിൻ്റെ തലേദിവസമാണ് ആക്ച്വലി. അപ്പോൾ അതിന് മുമ്പ് എല്ലാവർക്കും ഹാപ്പി വിഷു കിട്ടാം അഡ്വാൻസ് ആയിട്ട്. നാളെയാണ് വിഷു ശരിക്കും വരുന്നത്. പക്ഷേ ഇപ്പോൾ വിഷു പറഞ്ഞത് ഞാനിപ്പോൾ ഒരു പണി കിട്ടിയ കാര്യം പറഞ്ഞാണ്. അത് കാരണം ഞാൻ ആദ്യം വന്ന വിഷുവിൻ്റെ കാര്യം പറയാണ്ടിരുന്നത്. ശരിക്കും ഇന്ന് 13-ാം തീയതിയാണ്. അപ്പോൾ ഇതിൽ ഇന്നും ഇപ്പോഴും കാണിക്കുന്നുണ്ട് ബില്ല്. ആക്ച്വലി അവർ പറയുന്നത് 2 to 3 days മാക്സിമം വരുന്നതാണ് പറഞ്ഞിരുന്നത് നമ്മുടെ ബില്ല് അവരുടെ നമ്മുടെ അടച്ച സാധനം അതിൽ ജനറേറ്റ് ആവാൻ. അപ്പോൾ നമ്മുടെ ബില്ല് ഓൾറെഡി പെയ്ഡ് നിന്ന് വരാൻ വേണ്ടി ഒരു മാക്സിമം 3 days എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഇപ്പം എനിക്ക് ഡ്യൂ കാണിക്കുന്നുണ്ട് 6. അപ്പോൾ ഞാൻ ഇവരുടെ എന്താ പറയുക കസ്റ്റമർ സപ്പോർട്ടൊക്കെ വിളിച്ചു, പക്ഷേ ആരും ഫോൺ എടുക്കുന്നില്ല. ഞാൻ 2 മെയിലൊക്കെ അയച്ചു, ഒരു 5-8 മെയിൽ അങ്ങനെ അയച്ചിട്ടോ മിനിമം. അതിന് ഒരെണ്ണമാണ് റിപ്ലൈ വന്നത്, നമ്മുടെ റിവ്യൂവിന് അയച്ചൊക്കെയാണ് നമുക്ക് കോൺടാക്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 10th മെയിൽ വന്നിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും ഒരു വിവരമില്ല. എന്നുവെച്ചാൽ ആരെ വിളിക്കാന്ന് വെച്ചൊരു ഒരു പരിപാടിയില്ല. നമ്മുടെ ഇവിടെ ഞങ്ങളുടെ LCOക്കാരെ വിളിച്ചപ്പോൾ ബില്ലിംഗ് ഡീറ്റെയിൽസിലൊക്കെ BSNL വിളിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു കുഴപ്പം പറ്റിയിരിക്കുകയാണ്. ഇനി ആദ്യം അടയ്ക്കേണ്ട വരുമോ, പണി കിട്ടുമോ എന്നറിയില്ല. അപ്പോൾ ഞാനിപ്പോൾ റീസെൻ്റ്ലി എനിക്ക് ഇവിടെ അടുത്ത് അറിയാവുന്ന ഒരു BSNL എംപ്ലോയി ഉണ്ടായിരുന്നു. അപ്പോൾ ആളെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ ആൾ ശരിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ അവരുടെ സിസ്റ്റത്തിൻ്റെ കുഴപ്പമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അറിയാം അവരുടെ പഴയ ഫുൾ സംഭവങ്ങളാണ്, അതുകൊണ്ട് ചിലപ്പോൾ ആയിരിക്കാം. പക്ഷേ ഇതിപ്പോൾ ഒരു ടെൻഷൻ പോലെ എന്ന് വെച്ചാൽ ഇപ്പോൾ ഡ്യൂ ഡേറ്റ് ആയി. ഇപ്പോൾ ഞാൻ അത് കഴിഞ്ഞാൽ ഒരു ഫൈൻ വാങ്ങിക്കുമ്പോൾ ഫൈൻ ഓർഡർ ജനറേറ്റ് ആണല്ലോ. അപ്പോൾ ഇനി ഫൈൻ ചിലപ്പോൾ അടയ്ക്കേണ്ടി വരുമോ. അപ്പോൾ അങ്ങനെ ഒരു ഓൾറെഡി നിങ്ങൾക്ക് പോലെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊരു ഹെൽപ്ഫുൾ ആയിരിക്കും. ഞാൻ ആക്ച്വലി എനിക്ക് ശരിക്കും ഒരു പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം 2 ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ ബില്ലുണ്ടെങ്കിൽ തന്നെ അത് വാനിഷായി പോകുന്നതാണ്. നമുക്ക് ആക്ച്വലി പേയ്മെൻറ്റ് അപ്രൂവ് വരുന്നതാണ് ആക്ച്വലി. പക്ഷേ ഇതിപ്പോൾ കുറേ ദിവസമായി, ഒരാഴ്ച കഴിഞ്ഞു ആക്ച്വലി. 7-ാം തീയതി അടച്ചാണ്, ഇപ്പോൾ 13-ാം തീയതി ആയി. എന്നിട്ടും പക്ഷേ ആ ബില്ല് പോകുന്നില്ല. പക്ഷെ എന്നിട്ടും ഡ്യൂ ഡേറ്റ് കാണിച്ചുകൊണ്ടിരിക്കുക. എല്ലാ ആപ്പിലും അവരുടെ സെൽഫ് കെയറിലായാലും ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സംഭവം എനിക്ക് എന്താണെന്ന് കാര്യം മനസ്സിലായിട്ട് ഇതുവരെയായിട്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ബില്ലിംഗ് ഇഷ്യൂ ഉണ്ടായിട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. എന്ന് വെച്ചാൽ അപ്പോൾ ഞാനിപ്പോൾ ആകെ ടെൻഷൻ അടിച്ചിരിക്കുക. എന്ന് വെച്ചാൽ സംഭവം ഞാൻ ആദ്യം ബിൽ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരുമോ എന്ന് വെച്ചിട്ട്. അപ്പോൾ എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് 5,999 ആണ്. അപ്പോൾ എനിക്ക് ടോട്ടൽ വരുന്നത് 713 ആണ്. ഞാൻ നേരത്തെ കാണിച്ചിരുന്ന പോലെ എല്ലാ മാസവും 713 ആണ് വരുന്നത്. അതിപ്പോൾ ഇവരുടെ കസ്റ്റമർ കെയറാണ് ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. ആക്ച്വലി വിളിച്ചാരും ഇല്ല. ആക്ച്വലി ഇപ്പോൾ നമ്മുടെ ലൈൻ ഇഷ്യൂ എനിക്കൊരു വർഷം ഇതുപോലെ ഇവിടെ എൻ്റെ പോസ്റ്റുമ്മ ഒരു ആക്സിഡൻറ്റ് വണ്ടി വന്നിടിച്ചിട്ട് ആക്ച്വലി ഫുൾ ബ്രേക്ക് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഇതിൽ നമുക്കിവിടെ ലോസ് കാണിക്കുമല്ലോ. അപ്പോൾ അതിനൊക്കെ വിളിച്ച് നമ്മുടെ LCനെ വിളിച്ചു. അവരൊക്കെ അപ്പോൾ തന്നെ ഫോൺ എടുക്കും, അല്ലെങ്കിൽ ഇങ്ങോട്ട് തിരിച്ച് വിളിക്കും, എടുത്തില്ലെങ്കിൽ തന്നെ. പിന്നെ വാട്സപ്പും ഉണ്ട്. അപ്പോൾ അങ്ങനെ വിളിക്കുമ്പോൾ തന്നെ അവരുടെ റെസ്പോൺസ് നല്ല റെസ്പോൺസാണ് ആക്ച്വലി. എന്നുവെച്ചാൽ പിന്നെ വേഗം ശരിയാക്കി തരുന്നുണ്ട്. ഇപ്പോൾ വിളിച്ച് പറയാൻ ഒരാളുണ്ട്. ഇതിപ്പോൾ BSNLലേക്ക് വിളിക്കുമ്പോൾ ഒന്നെങ്കിൽ ഫോൺ എടുക്കില്ല, എടുത്താൽ തന്നെ ഇതിന് മുമ്പ് ഞാൻ അതുപോലെ ഈ കട്ടായിട്ട് അവരാണ് ആദ്യം വിളിച്ചത്. അപ്പോൾ അവരുടെ ഒരു വർത്തമാനം കേട്ടാൽ അവർ ഇതിനൊന്നും അവരുടെ സംഭവം ഒന്നല്ല എന്ന് പറഞ്ഞ പോലെ വർത്തമാനം അവരുടെ സ്റ്റാഫിൻ്റെ. ആക്ച്വലി അവരുടെ സ്റ്റാഫിൻ്റെ കുഴപ്പം തന്നെയാണ്. ഇത് വെറുതെ ഒന്നുമല്ല പൊട്ടണത് കാര്യം. അവരെ പറച്ചിലൂടെ ഒന്നും ഈ അങ്ങനെ ഒരു FTTH സംഭവം BSNL ഇറക്കിയിട്ടില്ല എന്ന സംസാരത്തിലേക്കാണ് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് ആക്ച്വലി. അതൊക്കെ പക്ഷേ വൺ പവറാണ് ആക്ച്വലി ശരിക്കും. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത് ബാക്ക് ഔട്ട് ചെയ്ത് പോകുന്നത്. പക്ഷേ ഇപ്പോൾ ഈ BSNL FTTH നല്ല ഹിറ്റായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പ്ലാൻ തന്നെ ഇപ്പോൾ ഇവരെ പുതിയ ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ കുറച്ച് മുമ്പ് അവർ ഈ പ്ലാൻ ഇറക്കിയതൊക്കെ പ്ലാനൊക്കെ പിൻവലിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പ്ലാനൊക്കെ ആദ്യം അവർ ഒന്നുകൂടിയും റിവാമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി അപ്പോൾ അത്
അവർക്ക് ഒന്നുകൂടി ഒരു കസ്റ്റമേഴ്സ് കൂട്ടും. പക്ഷേ കസ്റ്റമേഴ്സ് കൂട്ടിയാൽ മാത്രം പോരല്ലോ, ഈ ഇങ്ങനെ കംപ്ലയിൻസുകൾ വന്നാൽ ബാക്കിയുള്ള കംപ്ലയിൻസിനെ എൽസിയോനെ വിളിക്കാമെന്ന് വയ്ക്കാം. ഇതിപ്പോൾ BSNLൻ്റെ ബില്ലിംഗ് സെഷൻ തന്നെ പറയണം. ഇതിപ്പോൾ അവർക്കൊരു വിവരമില്ലാത്ത ആൾക്കാരാണ്. ഇതിപ്പോൾ നോർമലി ഇപ്പോൾ ലോക്കൽ ആൾക്കാരത്തെ ഒരു വിവരമില്ലാത്ത ആൾക്കാരെ പോലെയാണ് അവരെ വിളിക്കുമ്പോൾ സംസാരിക്കുന്നത് തന്നെ. FTTH എന്ന് പറയുമ്പോൾ അവർ പറയുന്നത് എൽസിയോനെ പറയാനാണ് പറയണത്. അവർക്കൊരു ബന്ധമില്ലാത്ത പറഞ്ഞ പോലെ വർത്താനം പറയണത്. അത് കേൾക്കുമ്പോഴാണ് ശരിക്കും ആക്ച്വലി ഒരു വേണ്ടായിരുന്നു എന്ന് തോന്നുന്നത്. പക്ഷേ ഇതിനോട് എനിക്ക് സത്യം പറഞ്ഞ കംപ്ലയിൻസ് അങ്ങനെയൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഒരു ബില്ലിംഗ് കംപ്ലയിൻസ് വരുന്നത് ആക്ച്വലി. അതൊരു ഓൾമോസ്റ്റ് ഒരു 1 year ഇപ്പോൾ 11 months ഒക്കെ ആയിരുന്നു എടുത്തിട്ട്. ഇപ്പോൾ ആക്ച്വലി ഇതുവരെ വലിയ കംപ്ലയിൻറ്റ് വന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ കട്ടായപ്പോൾ. പക്ഷേ എൽസിയുടെ ഭാഗത്തു നിന്നൊക്കെ നല്ല ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു റെസ്പോൺസ് തന്നെയായിരുന്നു. ഞാൻ വിചാരിച്ചു ശരിക്കും BSNL എന്ത് പറ്റി, BSNL ആകെ മാറിയല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ ഡയറക്റ്റ് BSNLക്ക് വരുമ്പോൾ തന്നെ എപ്പോഴും പണ്ടത്തെ അതേ സ്ഥിതി തന്നെയാണ്. അപ്പോൾ ആക്ച്വലി ഇപ്പോൾ ഞാനപ്പോൾ എനിക്കൊരു അറിയാവുന്നൊരു എംപ്ലോയിഡൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് ശരിയാവുമെന്ന് അറിയില്ല. ഇനിയിപ്പോൾ ശരിയായിട്ടില്ലെങ്കിൽ നമുക്ക് അപ്ഡേറ്റ് തരാം. അല്ലെങ്കിൽ അപ്ഡേറ്റും നമ്മുടെ ഇതിൻ്റെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം. അപ്പോൾ എനിക്ക് ഞാൻ ആക്ച്വലി വീഡിയോ ഉണ്ടാക്കാൻ കാരണം എന്ന് വെച്ചാൽ തന്നെ ഇതിൻ്റെ നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ടല്ല. ആക്ച്വലി നമുക്ക് നെഗറ്റീവ് ഷെയർ ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആക്ച്വലി നമുക്ക് എല്ലാവർക്കും അറിയേണ്ടതാണല്ലോ. അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ BSNL കുറേ പേര് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം എനിക്ക് ആക്ച്വലി ഞാൻ വീഡിയോ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് ആക്ച്വലി ഇങ്ങനത്തെ പ്രശ്നം ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആക്ച്വലി നമ്മുടെ നിങ്ങൾക്ക് ആരെങ്കിലും നമ്മുടെ ഫ്രണ്ട്സിനോ അതേപോലെ നമ്മുടെ BSNL FTTH ഉപയോഗിക്കുന്ന ഫാമിലിയിൽ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതൊരു ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. ഫാമിലിക്ക് ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഒരു വീഡിയോയിൽ കാണാം. ബൈ ഫ്രണ്ട്സ്.